പ്രിയരെ, നമസ്തേ. ഉടുക്ക് എന്ന വാദ്യോപകരണത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. വരിക്കപ്ലാവിൻ കാതൽ മരം, അല്ലെങ്കിൽ ലോഹമാണെങ്കിൽ ഓട്, ഇവ രണ്ടും ഉപയോഗിച്ച് ഉടുക്ക് നിർമ്മിക്കാം. പഴയ കണക്കനുസരിച്ച് 6 വിരൽ നീളവും 4 വിരൽ വീതിയും, വൃത്താകൃതിയുള്ള മുഖവും, അതിൽ 6 തുളയും ഉണ്ടാവും. ഈ 6 തുളകളെ ശാസ്ത്രങ്ങളായി പരിഗണിക്കുന്നു. ഇരുഭാഗങ്ങളിലും വളയങ്ങളുണ്ടാക്കി അതിൻ്റെ ഉള്ള 6 തുളയിലൂടെ ചരടുകൾ കോർത്ത് കെട്ടുന്നു. ഇങ്ങനെ കെട്ടിയുണ്ടാക്കിയ ഇരുഭാഗങ്ങളെയും സൂര്യചന്ദ്രന്മാരായി കണക്കാക്കും. ഉടുക്കിൻ കുറ്റിയെ ഭൂമിയായും കണക്കാക്കുന്നു. നടുവിലൂടെ തൂക്കിയിടുന്ന കയറിനെ കച്ച എന്ന് പറയും. വാസുകി എന്നാണ് സങ്കല്പം. ഇങ്ങനെ ഉണ്ടാക്കിയ ഉടുക്കിൽ 7 താളങ്ങൾ ദുർവാസ മഹർഷി ചിട്ടപ്പെടുത്തി. ഉടുക്കിൻ്റെ ആദ്യ നിർമ്മാണം നാരദ മഹർഷിയും. 3 നാഴി നെല്ലെടുത്ത് അതിൽ എത്ര നെന്മണികളുണ്ടോ അത്രയും താളങ്ങളിൽ കൊട്ടുവാനുള്ള താളങ്ങളെ അതിൽ സന്നിവേശിച്ചിട്ടുണ്ടെന്നാണ് ആദി കലാകാരന്മാർ ആലങ്കാരികമായി പറഞ്ഞു വച്ചിട്ടുള്ളത്. യുഗ അവസാനം പ്രളയം എന്നാണല്ലോ. അതിൽ ശേഷം ബ്രഹ്മശബ്ദമായ ഓം ഉത്ഭവിച്ചു എന്നും, ശേഷം ഒരു അണ്ഡം രൂപീകൃതമായി അത് പൊട്ടി ഒരു ഭാഗം ഉയർന്ന് ആകാശമായി എന്നും മറ്റേ ഭാഗം ഭൂമിയായി എന്നും, അതിനുശേഷം സൂര്യചന്ദ്രന്മാരും അഷ്ടവസുക്കളും, ഋഷികൾ, ഗ്രഹങ്ങൾ, പക്ഷികൾ, പശു, മനുഷ്യൻ തുടങ്ങിയ ജീവജാലങ്ങൾ ഉണ്ടായി എന്നും ഉടുക്കുപാട്ടിൽ നമുക്ക് കേൾക്കാം. ഒരു യുഗാരംഭം മുതൽ പഴക്കമുള്ള ഈ വാദ്യോപകരണം ഉപയോഗിച്ച് കലാകാരൻ്റെ കഴിവനുസരിച്ച് ഏത് പാട്ടുകളും പാടാവുന്നതാണ്. ഈ ഉടുക്കുവാദ്യം ഉപയോഗിച്ചുള്ള കലാപരിപാടികളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് അയ്യപ്പൻ വിളക്കും ശാസ്താംപാട്ടുമാണെന്നതും ശ്രദ്ധേയമാണ്. അന്യം നിന്നു പോകാതെ ഈ കലയെ നിലനിർത്താൻ പുതുതലമുറകൾ പരിശ്രമിക്കേണ്ടതാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓം നമഃ ശിവായ.